So this time our session is on need for speed, turning passion into business. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന രണ്ട് പേരിലും ഇപ്പോൾ എനിക്ക് ഡോക്ടർ ഫാദിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യമാണ് ആ ഒരു EV കാറ് കൊണ്ട് ഒരു മല കയറിയ മലയാളി. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തെ നമുക്ക് പെട്ടെന്ന് ഡോക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. സോ വി വുഡ് ലവ് ടു know your experience. ഒരു ഹരിയർ EV കൊണ്ട് എങ്ങനെയാണ് ആ ഒരു മല കയറിയത്? What was your thought and how did you do this? Hi, good evening. I'll introduce myself. എന്നെ അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഇവിടെ പെരിന്തൽമണ്ണ അടുത്ത് തന്നെയാണ് വീട്. മോട്ടോർ സ്പോർട്ടിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, റേസുകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഫ് റോഡിലാണ്. 2024 ഇന്ത്യയിലെ ഏറ്റവും വലിയ മോട്ടോർ സ്പോർട്ട് ഇവൻ്റായ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് എന്ന് പറഞ്ഞ ഇവൻറ്റിൻ്റെ ചാമ്പ്യനാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ടാറ്റയുടെ ഈ അഡ്വർടൈസ്മെൻറ്റിൽ ഒരു ചാൻസ് കിട്ടിയത്. അതിൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ അതിലും കട്ടിയുള്ള സാധനങ്ങൾ കോമ്പറ്റീഷനിൽ ഓടിക്കണതാണ്. അപ്പോൾ അതെനിക്കൊരു വലിയ സംഭവമായിരുന്നില്ല. കാരണം അത് അങ്ങനെ സിനിമാറ്റിക് ആയിട്ട് എടുത്തത് കൊണ്ടാണ് ഇത്രയും ഭീകരത ആ വീഡിയോയ്ക്ക് വന്നത്. കാരണം അത്രയും 38 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ഇൻക്ലൈനൊന്നല്ല. വി ഡു 90 ഡിഗ്രി ക്ലൈംസ് വിത്ത് വിഞ്ചസ്. എന്തായാലും ടാറ്റയിൽ അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ഞാൻ വന്നതുകൊണ്ടാണ് കുറച്ചും കൂടി പബ്ലിക്കിൻ്റെ ഇടയിൽ എന്നെ അറിയപ്പെട്ടത്. RFC ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡ്രീം. അത് ജയിച്ചിട്ടും ഒരാളും എന്നെ അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്കൊരു വലിയൊരു ഡിസാസ്റ്റർ നമ്മുടെ നാട്ടിൽ വന്നു, വയനാട്ടിലത്തെ ഫ്ലഡ്. അങ്ങനെ അത് കാരണം ഞങ്ങളുടെ വിന്നൊക്കെ അതിൻ്റെ പിന്നാലെ ഒലിച്ചുപോയി. That's it. Thank you. Okay, thank you so much. So when coming to Mr. Anees Babu, അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ്, ഐ വുഡ് ലവ് ടു നോ ദിസ് ഇൻ പേഴ്സൺ, ഈ ഒരു ബിസിനസ്സിലേക്ക് ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് കാർസ് എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് ആ ഒരു ബിസിനസ് തുടങ്ങാൻ? വാട്ട് മെയ്ഡ് യു സ്റ്റാർട്ട് ദിസ് ബിസിനസ് സെക്കൻഡ് ഹാൻഡ് കാറിലേക്ക് ഞാൻ വന്നത് എൻ്റെ ചെറുപ്പം മുതലൊരു പാഷനായിരുന്നു. നമ്മുടെയൊക്കെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ മക്കളിങ്ങനെ ഓരോ വാഹനത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. ഒരു 5 വയസ്സായ മോൻ അല്ലെങ്കിൽ 7 വയസ്സായ മോൻ. അപ്പോൾ അതുപോലെ ചെറുപ്പം മുതലേ വാഹനത്തിനോടായിരുന്നു എൻ്റെ ക്രേസ്. അപ്പോൾ ഞാൻ ഡിഗ്രി പഠിച്ചു, അതിന് ശേഷം MBA എടുത്തു. അതിനൊക്കെ ശേഷവും എവിടെ വണ്ടി കണ്ടു കഴിഞ്ഞാലും അതേതാ മോഡൽ, അതേതാ ബ്രാൻഡ്, അതിൻ്റെ എഞ്ചിൻ സ്പെക്ക് എന്താണെന്നുള്ളത് അതിനെപ്പറ്റിയായിരുന്നു ഞാൻ എല്ലാം സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ പാഷൻ എന്താണോ അതിലേക്ക് തന്നെ നമ്മൾ ബിസിനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ MBA പഠനത്തിന് ശേഷം ഞാൻ മനസ്സിലാക്കി എൻ്റെ പാഷൻ എന്ന് പറഞ്ഞാൽ വണ്ടി ഫീൽഡാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബിസിനസ് ഞാൻ ചൂസ് ചെയ്തു. അങ്ങനെയായിരുന്നു യൂസർ കാർ ബിസിനസ്സിലേക്ക് എത്തിയത്. ദാറ്റ് വാസ് എ വെരി സ്വീറ്റ് സ്റ്റോറി. അപ്പം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് താങ്കൾ ആ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ബിസിനസ്സിലേക്ക് വന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ പല വണ്ടികൾ വാങ്ങിക്കുന്ന സമയമാണെങ്കിലും ചില കൺസേൺസ് എപ്പോഴും ഉണ്ടാവും. ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ആയിരിക്കുമ്പം അത് എത്ര നാൾ നമുക്കത് വാങ്ങിച്ചത് കൊണ്ട് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഇതൊരു ചലഞ്ചിങ് ബിസിനസ്സാണ്. കാരണം ഇപ്പോൾ ഈവൻ ന്യൂ കാർ ആണെങ്കിൽ പോലും അതിനും ഒരുപാട് ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഒരു മാനുഫാക്ചർ പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ ഒരുപാട് മാനുഫാക്ചർ ഡിഫക്റ്റുകൾ ഉണ്ടാവും. ന്യൂ കാറിന് പോലും അത്ര ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും യൂസറിലേക്ക് ഒരു 1.5 ഇയർ അല്ലെങ്കിൽ 2 ഇയേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഡിഫക്റ്റ് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ എൻ്റെ ബിസിനസ്സിലെ ചലഞ്ച്. കാരണം നമ്മളൊരു 10 വെഹിക്കിൾ സെയിൽ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 1-2 വെഹിക്കിൾസ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രതീക്ഷിക്കാത്ത കുറേ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ പ്രോപ്പർലി ഒരു കസ്റ്റമറെ സാറ്റിസ്ഫൈഡ് ആക്കുന്ന രീതിയിലേക്ക് അതിനെ മാനേജ് ചെയ്യണം. അതിനെ മാനേജ് ചെയ്യാനൊരു പ്രത്യേക ഒരു ടീം തന്നെ ഞങ്ങൾ ഉണ്ട്. അപ്പോൾ അത് പക്കാ നമ്മുടെ ഒരു കസ്റ്റമർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 100% എൻഷുർ ചെയ്തിട്ടാണ് നമ്മൾ റൺ ചെയ്യുന്നത്. ഓക്കെ സർ. അപ്പോൾ ഇതിന് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ടെക്നോളജി ഇംപ്ലിമെൻറ്റേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ പ്രിക്കോഷൻസ് എടുക്കാറുണ്ടോ? ഉണ്ട്. ടെക്നോളജിനപ്പുറത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ വേണ്ട പഴയ നാടൻ രീതിയിലുള്ള കാര്യമാണ്. പണ്ട് നമ്മൾ ഈ വെള്ളയിട്ടുള്ള ബ്രോക്കർമാരുണ്ടായിരുന്നു. അവർക്ക് വണ്ടിനെ പറ്റി വണ്ടിയുടെ എഞ്ചിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ആ രീതിയിലുള്ള ആളുകളെയാണ് ഞങ്ങൾ കൂടുതൽ ചൂസ് ചെയ്യുന്നത്. കാരണം പുസ്തകത്തിൽ നിന്ന് പഠിച്ചതിനപ്പുറത്തേക്ക് അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് തന്നെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് എവിടെയാണോ ഒരു വണ്ടിയുടെ വിഷയമുള്ളത് അത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഒരു പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്ക് നോളേജ് ഉണ്ട്, പക്ഷേ അയാൾക്ക് എക്സ്പീരിയൻസ് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ നോളേജ് പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അതിനായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്ത് അവരെ കൊണ്ട്
അത് റെക്ടിഫൈ ചെയ്യും എന്തെങ്കിലും ഇഷ്യൂസ്. ഇപ്പോൾ നമ്മൾ പ്രൊക്യൂർമെൻറ്റിൻ്റെ സമയത്താണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പ്രൊക്യൂർമെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് എവിടേക്കാണ് ഇഷ്യൂസ് ഉള്ളത് എന്തായതാണ്. കാരണം ചിലപ്പോൾ 5 years അല്ലെങ്കിൽ 10 years റോഡിലൂടെ പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ചിലപ്പോൾ ജസ്റ്റ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ. ബാക്കി 10 വർഷം അല്ലെങ്കിൽ 5 വർഷം എത്രയാണോ വാഹനത്തിൻ്റെ ഏജ് അനുസരിച്ചിട്ട് അത് മറ്റൊരാൾ യൂസ് ചെയ്ത പ്രോഡക്റ്റാണ്. അപ്പോൾ അത് ഏത് രീതിയിൽ യൂസ് ചെയ്തായിരിക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ അതിനെപ്പറ്റി കറക്റ്റായിട്ട് അവയർനെസ് കിട്ടുക അത്രയും എക്സ്പീരിയൻസ് ഉള്ള ടാലൻറ്റഡ് ആളുകളാണ് ചൂസ് ചെയ്യുന്നത്, ഇൻസ്പെക്ട് ചെയ്യുന്നത്. പ്ലസ് ഇതിൻ്റെയൊക്കെ ഇൻസ്പെക്ടർ റിപ്പോർട്ട് ഓൾറെഡി കാർലെറ്റ് എന്ന ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഉണ്ട്. കാർലെറ്റ് എന്ന ആപ്പിനകത്തേക്ക് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് കിടക്കുന്ന ഏത് വെഹിക്കിളിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഓൾറെഡി ആപ്പിനകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു കസ്റ്റമർക്ക് ഈ ഒരു ആപ്പിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പർച്ചേസ് ചെയ്യാം. ഓക്കെ സർ, സോ ദാറ്റ് വാസ് പ്രെറ്റി ക്ലിയർ. സോ മൂവിങ് ഓൺ ടു ഡോക്ടർ, വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ വളരെ സാധാരണമായി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന്. അപ്പോൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഐ വുഡ് ലവ് ടു നോ ദിസ്. ഇത് ശരിക്കും കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും ഒരു ജീവൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ചില പോയിന്റ്സ് ഒരു പക്ഷേ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള യാത്രകൾ പോകുന്ന സമയത്ത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു ലൈഫ് ആൻഡ് ഡെത്ത് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടോ? മോട്ടോർ സ്പോർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഡേഞ്ചറസ് ആണ്. നമ്മുടെ പാരൻസ് എല്ലാവരും, ഞാനിതിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചീത്ത കിട്ടിരുന്നത് അതിന് തന്നെയാണ്. നീ എന്തിനാണ് ഇങ്ങനത്തെ പരിപാടിക്ക് പോകണം, കുത്തി മറിയാൻ പോകണം, വണ്ടി മറിഞ്ഞാൽ വല്ലതും പറ്റില്ല. അത് വണ്ടി റോട്ടിലേക്ക് ഇറങ്ങിയാൽ ഡേഞ്ചറസ് അല്ലേ, എതിരെ വരുന്ന ആൾക്കാർ വന്നാലും. എൻ്റെ പാഷനായിരുന്നു ഇത്, ഞാൻ അതിൻ്റെ പിന്നാലെ പോയി. ലൈഫ് ആൻഡ് ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2-3 തവണ ട്രാക്കിൽ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. കയ്യിൽ നിന്ന് പോയി, വണ്ടി തലകുത്തി മറിഞ്ഞിട്ടുണ്ട്. ഒരു 12 അടി 14 അടി ഹൈറ്റിൽ നിന്നൊക്കെ വണ്ടി മറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് 4 വീലിൽ വണ്ടി ലാൻഡ് ചെയ്തു. ഞങ്ങൾ ഒരു 2 മിനിറ്റൊക്കെ എടുത്തുള്ളൂ, 2 മിനിറ്റ് എടുത്തില്ല, ഒരു 15 സെക്കൻഡിൻ്റെ ഡിലേ വന്നു. 15 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ കെയിം ബാക്ക് ടു മൈ സെൻസസ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ട്രാക്ക് ഫിനിഷ് ചെയ്തു. അത് എക്സ്പീരിയൻസ് കൊണ്ട് പറ്റണ സാധനമാണ്. കാരണം അങ്ങനെ ഇതന്നെ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് തവണ ചെയ്യുമ്പം ജയിക്കണം എന്നുള്ളൊരൊറ്റ മോഡിൽ മാത്രം ഓടണമാണ്. അപ്പോൾ പിന്നെ ആ സ്വിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അഡ്രിനാലിൻ പമ്പും അതുപോലെ ആയിരിക്കും. അത് മറിഞ്ഞിട്ട് എനിക്ക് എൻ്റെ ഷോൾഡറിൽ നല്ലൊരു ഇഞ്ചുറി പറ്റി, ഞാൻ അറിഞ്ഞില്ല. വണ്ടി തിരിച്ച് 4 വീലിൽ ലാൻഡ് ചെയ്തപ്പോഴും ഈ പെയിനൊന്നും ഞാൻ അറിഞ്ഞില്ല. ഈ അഡ്രിനാലിൻ പമ്പ് കാരണം നമ്മൾ ജയിക്കണം എന്നുള്ള സാധനം വെച്ചിട്ട് പിന്നെയും സ്റ്റാർട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് വിന്നറാവാൻ പറ്റില്ല. അന്ന് ഞങ്ങൾ സെക്കൻഡ് റണ്ണറപ്പായി. പക്ഷേ അതൊരു ചാമ്പ്യൻഷിപ്പ് ഇവൻ്റ് ആയിരുന്നു. 2021 ആണ് സംഭവിച്ചത്. അന്ന് ചാമ്പ്യൻഷിപ്പിൻ്റെ 5 ലെഗുള്ള 5 ഇവൻറ്റ് നടത്തും. ആ 5 ഇവൻറ്റിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും ചാമ്പ്യൻസ്. അവർക്കാണ് ചാമ്പ്യൻഷിപ്പ് കിട്ടുക. അങ്ങനെ അത് കേരളത്തിൽ നടന്ന ഫസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇവൻ്റ് ആയിരുന്നു. അതിൻ്റെ ഫസ്റ്റ് ലെഗായിരുന്നു. ആ ലെഗിൽ തന്നെ ഞങ്ങൾ തലകുത്തി മറിഞ്ഞു. അതിൽ തേർഡായി കഴിഞ്ഞാൽ അത്ര 5 പോയിൻ്റ് അങ്ങോട്ട് കിട്ടും. 20, 10, 5 അങ്ങനെ കിട്ടും. അങ്ങനെ 5 പോയിൻ്റ് കിട്ടി. ബാക്കി 4 ഇവൻറ്റിലും കൂടി ഞങ്ങൾ ആ വർഷത്തെ ചാമ്പ്യൻഷിപ്പ് അടിച്ചു. പിന്നെ അതുപോലെ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ഞാൻ പറഞ്ഞു, വേൾഡ്സ് ടഫസ്റ്റ് ഇവൻ്റ് എന്ന് പറഞ്ഞു. അത് അണ്ടർ എസ്റ്റിമേഷൻ കൊണ്ടും അഹങ്കാരം കൊണ്ടും ഞാനിതുപോലെ ഒരു സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു 3 വർഷം ഞാൻ ഓടിച്ചു. 4ാമത്തെ വർഷം പോയപ്പം 2 വർഷം ഓടിച്ചു. 3ാമത്തെ വർഷം പോയപ്പോഴായിരുന്നു സംഭവിച്ചത്. ഒരു തോട്ടിൽ കൂടെ എന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള തോട്. റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള സമയത്താണ് ഗോവയിൽ ഇവൻ്റ് നടക്കുക. അത് വലിയൊരു ഏരിയ, സ്ഥിരം നടക്കുന്ന കുറേ ഏരിയകളുണ്ട്. അതിലൊരു ഏരിയയിൽ ഒരു തോട്ടിൽ കൂടെ അതിൻ്റെ മുമ്പത്തെ 2 വർഷം ഭയങ്കര ടെക്നിക്കൽ ഒരു സ്റ്റേജ്, ഒരു പാറയുടെ വെട്ടിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി വിൻ ചെയ്ത് കയറണം. അതിൽ ടെക്നിക്കാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിൻ ചെയ്ത് മുകളിലേക്ക് കയറുമ്പോൾ നമ്മുടെ വണ്ടീനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പാറ അങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഒരു പൊത്താണ്. ആ പൊത്തിനകത്തേക്ക് നമ്മുടെ വീല് പോയി ലോക്കാവും. അപ്പോൾ എങ്ങനെ കയറാൻ നോക്കിയാലും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുമ്പോൾ വിഞ്ചിൻ്റെ റോപ്പ് പൊട്ടി നമ്മൾ തിരിച്ചും മറിഞ്ഞു വിടും, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് വിടും. ആ ഒരു സിറ്റുവേഷൻ 2 വർഷം ഞാൻ ആ സ്റ്റേജ് ഫാസ്റ്റസ്റ്റ് അടിച്ചു. അതിൻ്റെ മുമ്പത്തെ 2 വർഷം ഞാനത് അങ്ങനല്ല, എൻ്റെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞുതരാം. ആ 2 വർഷം ഞാൻ ഫാസ്റ്റസ്റ്റ് അടിച്ച എൻ്റെ അഹങ്കാരം കൊണ്ട് 3ാമത്തെ വർഷം ആ സ്റ്റേജിനെ ഞാൻ ഭയങ്കരമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. ആ വർഷം ഭയങ്കരമായിട്ട് മഴ പെയ്തപ്പം വെള്ളത്തിൻ്റെ കറണ്ട് ഒഴുക്ക് ഭയങ്കര കൂടുതലായി. അതിനും ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ആ ട്രാക്ക് കുറച്ചും കൂടിയും ഈസിയർ ആക്കി ഒരു പോയിന്റിൽ കൂടെ അവർ വെച്ചു. അതായത് ആദ്യത്തെ ആ പൊത്തല്ലാതെ എൻ്റെ തൊട്ടപ്പുറത്ത് വീല് കടന്നു പോകാൻ 1 അടി ഗ്യാപ്പ് ഇട്ടിട്ട് അവരൊരു 2 കോൺ വെച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ വണ്ടി ഓടിച്ച് കയറും എന്നുള്ള കോൺഫിഡൻസിൽ ഞാൻ ആകെ ഓർത്തത് അതിൻ്റെ മുമ്പത്തെ വർഷത്തെ എൻ്റെ ടെക്നിക്കാലിറ്റി ആയിരുന്നു. 3ാമത്തെ വർഷം പോയപ്പോൾ വെള്ളം ഉണ്ടെന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ല. പറന്നടിച്ച് വണ്ടിയും കൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. വണ്ടി വെള്ളത്തിൽ ഒലിച്ച് പോയി. എന്നെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഒച്ചെടുക്കാൻ തുടങ്ങി. എനിക്കെന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിന് എൻ്റെ വണ്ടി ഒരു കല്ലിൽ പോയി കുടുങ്ങി. അവിടുന്ന് ഞാനായിട്ട് ചെയ്തതല്ല, ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ എല്ലാവരും വഴക്ക് പറഞ്ഞ്, നീ പോയി മരിച്ചാലും കുഴപ്പമില്ല, നിൻ്റെ കൂടെയുള്ള ഒരുത്തിന് നിന്നെ കൊണ്ടുപോയതെന്നാണ് ചോദിച്ചത്. എൻ്റെ കോ ഡ്രൈവർ എൻ്റെ സൈഡിലിരിക്കേണ്ടായിരുന്നു. സാധാരണ ആ സ്റ്റേജിൽ
ഒരിക്കലും കോ ഡ്രൈവേഴ്സ് കൂടെ ഇരിക്കാറില്ല, കാരണം വിഞ്ചിങ് ആണ്, വണ്ടീനെ റിക്കവർ ചെയ്ത് കയറ്റാണ്. അപ്പം ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കോ ഡ്രൈവർ ഇറക്കി വിടും. അന്നത്തെ ദിവസത്തെ എൻ്റെ ഓവർ കോൺഫിഡൻസും എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ സീറ്റ് ബെൽറ്റ് ഊരി പുറത്തിറങ്ങി തിരിച്ച് രണ്ടാമത് കയറി സീറ്റ് ബെൽറ്റ് ബക്കിൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 2 മിനിറ്റ് പോകും. ആ 2 മിനിറ്റ് നമുക്ക് കളയണ്ട, നമുക്ക് സേവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെയും വെച്ച് വെള്ളത്തിലേക്ക് ഇറങ്ങി. ഞങ്ങളുടെ നെഞ്ചൊപ്പം വെള്ളം ഉണ്ടായിരുന്നു, വണ്ടി ഒലിച്ചു പോയി. 2 ടണ്ണ് വെയിറ്റുള്ള വണ്ടി ഒലിച്ചു പോകണമെങ്കിൽ എത്രത്തോളം കറണ്ട് ഉണ്ടാവണമെന്നൊന്ന് ആലോചിച്ചാൽ മതി. അതിൽ എന്തോ ഭാഗ്യത്തിന് തിരിച്ച് കരയ്ക്ക് തന്നെ വണ്ടി കയറി വന്നിട്ട് അതൊരു ഇതുപോലെ ഒരു ചലഞ്ചിങ് സാധനമായിരുന്നു. പിന്നെ ഒരു ഇവൻറ്റിൽ 26 സ്റ്റേജ് ഉണ്ടാവും. 26 സ്റ്റേജിൽ ചിലപ്പോൾ ഒരു 3-4 ഒബ്സ്റ്റക്കിൾസ് ഓരോ സ്റ്റേജിലും ഉണ്ടാവും. ഓരോ സ്റ്റേജും ഈ സ്റ്റേജിൻ്റെ ഹൈറ്റിൽ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കയറുന്ന കാര്യം ആലോചിച്ചാൽ മതി. എല്ലാ സ്റ്റേജിലും ഇങ്ങനെ തന്നെ അവൻ കയറുന്നുണ്ടാവുക. ഇങ്ങനെ 90 ഡിഗ്രിയിൽ വണ്ടി ഇങ്ങനെ നിർത്തിയാൽ എങ്ങനെ ഉണ്ടാവും? അതിൻ്റെ അപ്പുറത്താവും ആങ്കർ. അപ്പോൾ ആങ്കറിനെ വിശ്വസിച്ച് വേണം നമ്മൾ കയറാൻ. ആങ്കർ വിശ്വസിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെറിയ മിസ്റ്റേക്ക്, ഓവർ ത്രോട്ടിലോ അല്ലെങ്കിൽ നോക്കാതെ ഒരു കല്ലിലേക്ക് കയറി അടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വിഞ്ച് റോപ്പ് പൊട്ടും, നമ്മൾ നേരെ തലകീഴ വീഴും. അങ്ങനെ ഒരു തവണ ഞാൻ വീണിട്ടുണ്ട്. പിന്നെ ഒരു തവണ പോലും അതായത് ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെയാണ് ലൈഫ് ആൻഡ് ഡെത്ത് എക്സ്പീരിയൻസ് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതിലും വലുതൊന്നും വന്നിട്ടില്ല. കാരണം എനിക്ക് ഇതൊക്കെ താഴേക്ക് വീണാലേ വണ്ടി നാശമാവും. വണ്ടി നാശമായി കഴിഞ്ഞാൽ വണ്ടി നന്നാക്കാൻ കുറേ കാശ് കളയണം. ഏറ്റവും മിനിമൽ എക്സ്പെൻസസിൽ റേസ് ഓടിക്കുന്ന ആളാണ് ഞാൻ. കഴിഞ്ഞ RFC ഒരു ഇവൻറ്റ് സാധാരണ ഒരു ടീം വന്ന് ഓടിക്കുന്നത് അവരുടെ ബഡ്ജറ്റ് വിൽ ബി അറൗണ്ട് 1 crore rupees ഫോർ ആൻ ഇവൻറ്റ്. ഒരൊറ്റ റെയിൻ ഫോറസ്റ്റ് ചലഞ്ച് ഓടിക്കാൻ ഒരു ടീം വരുന്നത്. എൻ്റെ ചിലവ്, ഞങ്ങൾ 2024 RFC ജയിച്ചപ്പോൾ എൻ്റെ മൊത്തം ചിലവ് 4.5 ലക്ഷം രൂപയായിരുന്നു. 4.5 ലക്ഷം രൂപയിൽ 4 ലക്ഷം രൂപയും വി വർ സ്പോൺസേഡ് ബൈ എ കമ്പനി. ബാക്കി ലോ ബഡ്ജറ്റിൽ പോയി. എനിക്ക് എൻ്റെ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ കുറേ പിള്ളേർ എൻ്റെ ടീമിലുണ്ട്. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ ഡ്രൈവിംഗ് ഇട്ട് വരുന്ന കുറച്ച് പേരുണ്ട്. ഞങ്ങളൊരു 10-12 പേരുടെ ടീമുണ്ടാവും. ഇത്രയും പേരുടെ മുഴുവൻ എക്സ്പെൻസസും വണ്ടിയുടെ ട്രാൻസ്പോർട്ടേഷനും എൻട്രിയും സ്പെയർ സാധാരണ ഒരു ഇവൻറ്റിന് വരുമ്പോൾ മിനിമം ഒരു 30-40 ലക്ഷം രൂപയുടെ സ്പെയറും കൊണ്ടാണ് ഒരു ടീം വരിക. ഞങ്ങളുടെ അടുത്ത് ആകെ സ്പെയർ ഉണ്ടായിരുന്നത് 2 ബെയറിങ്ങും വീൽ ബെയറിങ്ങും ഒരു ഓൾട്ടർനേറ്ററുമാണ്. പ്രൊപ്പല്ലർ ഷാഫ്റ്റും ഒരു ഓൾട്ടർനേറ്ററും. അതെന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപയുടെ താഴെയുള്ള സ്പെയർ. അതായത് വണ്ടി പ്രിസർവ് ചെയ്ത് പൊട്ടിക്കാതെ ഓടിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ആ ഇവൻറ്റ് ജയിച്ചത്. ബാക്കിയുള്ള ആളുകളെല്ലാം ഭയങ്കര അബ്യൂസീവായിട്ട് ജയിക്കണം എന്നുള്ള മൂഡിൽ പോവും. ഞാൻ ടോപ്പിൽ നിൽക്കണം. അതായത് ഓവറോൾ പോയിൻറ്റ്സാണ് നോക്കുക. ഒരു ഇവൻറ്റിൽ ഒരു ദിവസം 4 സ്റ്റേജ് ഉണ്ടെങ്കിൽ ആ 4 സ്റ്റേജിൽ ഏറ്റവും ടോപ്പിൽ വന്നാൽ നമുക്ക് 100 പോയിന്റ് കിട്ടും. സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് അടിച്ചാൽ 95-90 അങ്ങനെ സ്കോറിങ് താഴേക്ക് പോകും. ഒരു ദിവസം 4 സ്റ്റേജും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ആവറേജ് 80-ൽ നിന്നാൽ ഓവറോൾ നമ്മൾ ടോപ്പിലെത്തും. കാരണം 4 സ്റ്റേജും ഫിനിഷ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അങ്ങനെ ഞാൻ 2024 ഞങ്ങളൊരു സ്ട്രാറ്റജി വെച്ചു, വി വിൽ ഫിനിഷ് ഓൾ ദ സ്റ്റേജസ്. അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം 26 സ്റ്റേജും ഒരു DNF ഇല്ലാതെ ഫിനിഷ് ചെയ്ത ടീമാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഞങ്ങൾ അതിന് ടോപ്പിലെത്തിയതും. ആൻഡ് വി വർ ദ ഫസ്റ്റ് മലയാളി ടീം ടു വിൻ ദാറ്റ് ഇവൻറ്റ്. So that's huge actually. Then coming back to Mr. Anees sir. അപ്പം താങ്കൾ ഇവിടെ ഇരിക്കുന്ന 2 പേരും നിങ്ങളുടെ പാഷൻ ബിസിനസ്സായി കൺവേർട്ട് ചെയ്തവരാണ്. അപ്പോൾ താങ്കളുടെ ബിസിനസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത് സെക്കൻഡ് ഹാൻഡ് ബിസിനസ്സാണ്, സെക്കൻഡ് ഹാൻഡ് കാർസിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ AI-യുടെ വളർച്ച അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ വളരെയധികം ഒരുപാടുള്ള ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ താങ്കളുടെ ബിസിനസ് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഒരു കൺവെൻഷണൽ രീതി എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രൊമോഷൻസ് ഉണ്ടായിരുന്നോ അത് എഫക്റ്റ് ചെയ്തിരുന്നോ ബിസിനസ്സിനെ? തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയാണ് എന്നെ കൂടുതൽ എൻ്റെ ബിസിനസ്. എൻ്റെ സോഷ്യൽ മീഡിയ കാണുന്ന എത്ര പേരുണ്ട്? വീഡിയോസ് കാണുന്നത് കുറച്ച് ഫോളോവേഴ്സ് ഉണ്ട്. ഏകദേശം നമുക്ക് ഒരു 6 ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ തോമസ് ജോർജ്, എൻ്റെ ഗുരുനാഥൻ, എന്നെ MBA പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ പാലക്കാട് ലീഡ് കോളേജിലെ തോമസ് ജോർജിക്ക ഉണ്ട്. തോമസ് ജോർജിക്ക ഇവിടെ വന്നിട്ട് എന്നെ പറ്റി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. 28 കോടി ടേൺ ഓവറായി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷം. അപ്പോൾ അതിൽ നിന്നൊക്കെ എൻ്റെ ഗുരുനാഥൻ എപ്പോഴും ഞാൻ വിളിക്കുന്ന വ്യക്തിയാണ് തോമസ് ജോർജിക്ക. തോമസ് ജോർജിക്ക എന്ത് ചെയ്യുന്നു അതിന് ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ തോമസ് ജോർജിക്കനെ ചിലപ്പോൾ തൊമ്മൻ അറിയാത്തവരുണ്ടോ? ലീഡ് കോളേജ് അറിയില്ലേ? ഓക്കെ. അപ്പോൾ തൊമ്മനെ എന്താണോ ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് തൊമ്മനെ വിഷയം ചെയ്യും. കാരണം നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ തൊമ്മനെ പോയി ഇടയ്ക്കിടയ്ക്ക് കാണും. എന്തൊക്കെയാണ് അവിടെ കോളേജാണെങ്കിൽ ഞാൻ യൂസ് കാറാണ്. രണ്ട് ആസ്പെക്റ്റിൽ നിൽക്കുന്ന ബിസിനസ് ആണെങ്കിൽ പോലും എന്താണ് കറൻ്റ്ലി മാർക്കറ്റിൽ നടക്കുന്ന സ്ട്രാറ്റജി അതിൻ്റെ പുറകെ പോകണം. ഇനിയിപ്പോൾ AI യുഗം വരികയാണ്. തീർച്ചയായിട്ടും AI എന്താണെന്നുള്ള സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. AI എങ്ങനെ നമ്മുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2023 സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആയത്. കൊറോണയ്ക്ക് ശേഷമാണ് നമ്മൾ സോഷ്യൽ മീഡിയ ഈ വീഡിയോസൊക്കെ ആക്റ്റീവായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇനീഷ്യൽ ലെവലിൽ ഞാൻ വ്ളോഗേഴ്സിനെ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു നിശ്ചിത സമയത്ത് ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് വ്ളോഗേഴ്സ്, അവർക്ക് പേയ്മെൻറ്റ് കൊടുത്ത് എന്തിനാണ് ചെയ്തു, നമ്മൾ തന്നെ വ്ളോഗർ ആയാൽ പോരെ. അങ്ങനെ 2023 എൻ്റെ വ്ളോഗിംഗ് എന്നുള്ള ആ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വന്തമായ പേജ് സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ കണ്ടിന്യൂസ്, അതായത് സോഷ്യൽ മീഡിയ മാർക്കറ്റിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ സോഷ്യൽ മീഡിയ ചെയ്താൽ അതിൽ കൺസിസ്റ്റൻസിയാണ്. അതായത് കണ്ടിന്യൂസ് നമ്മൾ അതിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്ക് അതിനകത്ത് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഒരാഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു വീഡിയോ ഇടുക എന്നുള്ളതാണ് അത് അത്ര ഒരു നമുക്ക് മാർക്കറ്റിംഗ് ടൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കൺസിസ്റ്റൻ്റ് അതിനകത്ത് നമ്മുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ എന്താണെന്നുള്ള പ്രൊഡക്റ്റ് അത് അതിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഓഫ്ലൈൻ ബിസിനസ്സിനേക്കാളും കൂടുതൽ ഓൺലൈൻ ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു മെയിൻ സ്റ്റോർ കിടക്കുന്നത് മക്കരപ്പറമ്പ് വെള്ളാട്ടുപറമ്പ് എന്നുള്ള ഒരു കുന്നും പ്രദേശമാണ്. 2 കിലോമീറ്റർ ടൗണിൽ നിന്ന് ഹൈവേന്ന് കയറിയിട്ടുള്ളൊരു കുന്നും പ്രദേശത്താണ് എൻ്റെ സ്റ്റോർ കിടക്കുന്നത്. അവിടെ ഏകദേശം ഇവിടെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. അതായത് 350-400 വണ്ടികളോട് സ്റ്റോക്ക് അവിടെ മാത്രമുണ്ട്. ഏകദേശം ഒരു 100-150 വണ്ടികൾ സെയിൽ ഒരു മാസത്തിൽ ഈ കുന്നം പ്രദേശത്ത് നടക്കുന്നുണ്ട്. അതൊരിക്കലും അവിടെ ഉള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഞങ്ങൾ സെയിൽ ചെയ്യുന്നത്. ഞങ്ങളുടെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും. ഇപ്പം ഞാൻ നീലേശ്വരത്തേക്ക് ഇപ്പോൾ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഡെലിവറി കൊടുത്ത് ഇപ്പോൾ വരുന്ന വഴിയാണ്. നീലേശ്വരത്ത് നിന്ന് വരുന്ന വഴിക്ക് ഇത്രയും ഭാഗങ്ങൾ കോഴിക്കോട് കണ്ണൂരൊക്കെ ഷോറൂമുകളുണ്ട്. എന്നിട്ടും മക്കരപ്പറമ്പ് വെള്ളാട്ടുപറമ്പ് ഈ ഒരു കുന്നം പ്രദേശത്തേക്ക് കസ്റ്റമർ എത്തണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ കൊടുക്കുന്ന ട്രസ്റ്റും അതോടൊപ്പം തന്നെ എന്താണോ ന്യൂ ജനറേഷനിൽ നടക്കുന്ന മാർക്കറ്റിംഗ് ടൂൾസ് അത് യൂസ് ചെയ്യുന്നതും കൊണ്ടാണ് നമ്മളെ തേടി ആളുകൾ എത്തുന്നത്. ഇപ്പോൾ മാഷാല്ലാ 5 ഷോറൂമായി നമ്മുടെ ഓൾറെഡി പട്ടാമ്പിയിലായി. അതേപോലെ ഫോർഡിൻ്റെ പനങ്ങാങ്ങര ഷോറൂമുണ്ട്. അതേപോലെ കൊച്ചിൻ നിയർ ബൈ നമ്മൾ കഴിഞ്ഞ മാസങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഇനി അടുത്ത കൊല്ലം വരാൻ പോകുന്നു, കോഴിക്കോടും വരാൻ പോകുന്നു. അങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓരോ ഷോറൂമെങ്കിലും മിനിമം ഒരു 14 ഔട്ട്ലെറ്റെങ്കിലും ആക്കുക എന്നുള്ളതാണ് അടുത്തൊരു നെക്സ്റ്റ് 2 ഇയറിൻ്റെ ഒരു പ്ലാന്. ഇൻഷാല്ലാ സാധിക്കണം. തീർച്ചയായും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ നടക്കട്ടെ. ആൻഡ് ഇവിടെ 2 പേരും നിങ്ങളുടെ പാഷൻ ബിസിനസ് ആക്കിയവരാണല്ലോ. അപ്പോൾ ഈ ഒരു പാഷൻ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും യുവതലമുറയിലായിക്കോട്ടെ. അപ്പോൾ അവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പാഷൻ, ഇത് നമ്മൾ എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അതിൽ കുറേ ടെൻഷനും പ്രഷറും കാര്യങ്ങളൊക്കെ തലയിലുണ്ടാവും. ലൈക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം മോട്ടോർ സ്പോർട്സ് അല്ലെങ്കിൽ വണ്ടികളായിരുന്നു. ഞാൻ അതിൻ്റെ പിന്നാലെ പോയി ജോലിയുടെ ടെൻഷനൊക്കെ. ഞാനൊരു ചോദിച്ചോട്ടെ, നിങ്ങളെങ്ങനെ ഡോക്ടർ ആയതപ്പോൾ? ഞാൻ +2 കഴിഞ്ഞ് എൻട്രൻസ് എഴുതി അറിയാതെ കിട്ടിപ്പോയതാണത്. അങ്ങനെ വാപ്പ പറഞ്ഞിട്ട് ഞാൻ ഒരു ആയുർവേദ പാരൻസ് ചിലപ്പോൾ കൊണ്ടാക്കിയതായിരിക്കും. എങ്ങനെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് പോയതാണ് അല്ലെങ്കിൽ പാരൻസ്? അങ്ങനെയല്ല, എൻട്രൻസ് എഴുതി കിട്ടി. അപ്പോൾ എഞ്ചിനീയറിംഗ് താല്പര്യം ഉണ്ടായിരുന്നു, അതിനെ കൊണ്ടേ ആദ്യം ചേർത്തു. പിന്നെ പുള്ളി പറഞ്ഞു നടക്കില്ല, നീ ഇതിന് കിട്ടിയിട്ടുണ്ടല്ലോ, നീ ഇതിന് പൊക്കമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ആയുർവേദം പഠിച്ചു. ആയുർവേദം കഴിഞ്ഞ് PG ചെയ്തു. അത് കഴിഞ്ഞ് 10 വർഷം ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇപ്പം ഞങ്ങൾ സ്വന്തമായിട്ടൊരു ആശുപത്രി നടത്തുന്നുണ്ട്. എൻ്റെ വൈഫാണ് അത് കാര്യമായിട്ട് റൺ ചെയ്യണത്. ഞാനും അവിടെ ഉണ്ട്. ഞാനൊരു പീഡിയാട്രീഷ്യനാണ്. പിന്നെ പാഷൻ എന്നുള്ള സാധനത്തിൻ്റെ പിന്നാലെ ഒരുപാട് കൂടിയത് കൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. വണ്ടികളോട് ഭയങ്കര താല്പര്യമുണ്ട്. വണ്ടികളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ സാധനമല്ല, ഞാൻ അതിലേക്കൊരു മെല്ലെ ഒരു കോണ്ടന്റ് ക്രിയേറ്ററായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ ആഗ്രഹം കൊണ്ട് ചെയ്യണം കേട്ടോ. എനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ കുറേ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നുണ്ടാവും. കണ്ടവരുണ്ടെങ്കിൽ തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കറക്റ്റ് ചെയ്യാം. എനിക്കറിയാവുന്ന സാധനങ്ങൾ, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്ന സാധനങ്ങൾ മാത്രമാണ് ഞാൻ അതിൽ തള്ളിവിടുന്നത്. പിന്നെ വണ്ടികളെക്കുറിച്ച് എനിക്ക് അങ്ങനെ ഒരുപാട് വണ്ടികളോടൊന്നും എക്സ്പോഷറൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ എന്താ പറയുക, ഇവിടെ നമ്മുടെ നാട്ടിൽ കാണുന്ന വണ്ടികളല്ലാതെ ഒരു ലക്ഷറി വണ്ടീനെ കുറിച്ചൊക്കെ വല്ലതും പറയാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര വലിയ ബ്ലണ്ടേഴ്സ് അടിച്ചു വിടും. അതിനോട് എനിക്ക് താല്പര്യമില്ല. ആൾക്കാർക്ക് ഇൻഫോർമേറ്റീവായി എന്തെങ്കിലും സാധനങ്ങൾ അടിച്ചു വിടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈൻ. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നേരത്തെ പുള്ളി പറഞ്ഞ പോലെ എന്നും കോണ്ടന്റ് ഇട്ടുകൊണ്ടിരിക്കണം, എന്നാലാണ് നമുക്ക് ഫോളോവേഴ്സ് അവിടെ നിൽക്കുള്ളൂ. കഴിഞ്ഞ ഒരാഴ്ചയൊക്കെ ഞാൻ കുറേ ഭയങ്കര ലാഗായിട്ട് 3000-4000 ആൾക്കാരൊക്കെ അൺഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. അതെനിക്ക് വലിയൊരു നമ്പറായിട്ട് തന്നെ തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തു ആയിപ്പോണം. എന്തായാലും ഇതിൻ്റെ പിന്നാലെ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ കാശ് എൻ്റെ കയ്യിൽ നിന്നുള്ളത് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചതും ഇത് ചെയ്യാൻ തുടങ്ങിയതും. അപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് ഈ പാഷൻ പെർസീവ് ചെയ്യണം എന്നുള്ള, ഓഫ് റോഡിങ് അല്ലെങ്കിൽ മോട്ടോർ സ്പോർട്ട് എന്ന് പറഞ്ഞ പാഷൻ പെർസീവ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കാരണം മോട്ടോർ സ്പോർട്ടിൽ ഒട്ടുമിക്ക ഒരു ഇവൻറ്റ് ജയിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഞാൻ ഇന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കാരും പറഞ്ഞു തരാനില്ലായിരുന്നു. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കൂടെ പഠിച്ചതാണ്. ട്രാക്കുകൾ ഓടിച്ച് പഠിച്ചതാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞങ്ങളൊരു അക്കാഡമി തുടങ്ങിയിട്ടുണ്ട്, ഓഫ് റോഡ് അക്കാഡമി. ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെയാണ്, അരക്കോറമ്പിൽ, എൻ്റെ ഒരു പറമ്പിൽ. അവിടെ ഞങ്ങൾ ട്രാക്കൊക്കെ ഇട്ടിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി അക്കാഡമി നടത്തുന്നുണ്ട്. ഇപ്പോൾ 15 ബാച്ച്. മീൻസ് മലയാളികളും ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊന്നുമല്ല, എനിക്ക് അത്യാവശ്യം പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് പഠിക്കുന്നുണ്ട്. എന്നോട് കോമ്പീറ്റ് ചെയ്യണ ഡ്രൈവേഴ്സ്, RFCയിലൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് വരെ എൻ്റെ അടുത്ത് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇത് കാശാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ശരിക്കും ഈ കോൺക്ലേവ് തന്നെ. അതല്ലേ സ്കെയിലപ്പ്. ലൈക്ക് ഞാൻ ഈ സാധനം തുടങ്ങിയിട്ട്
ഇത് വെച്ച് ഞാൻ കാശ് ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ എനിക്ക് അറിയാവുന്ന സാധനം ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ കാശ് ഉണ്ടാക്കണം. അതുപോലെ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ് വണ്ടികൾ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. വണ്ടികൾ ബിൽഡ് ചെയ്യുക, റിസ്റ്റോർ ചെയ്യുക, ആ പണി ഞാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളൊരു ഗ്യാരേജ് തുടങ്ങി സ്വന്തമായിട്ട്. കോഴിക്കോടാണ്. എനിക്കിവിടെ തുടങ്ങാൻ നോക്കാനൊന്നും സപ്പോർട്ടുള്ള ഒരാളില്ല. അപ്പോൾ എൻ്റെ ടീം മാനേജർ ഒരുത്തനുണ്ട്, അവനെ വെച്ചിട്ട് ഞാനൊരു ഗ്യാരേജ് തുടങ്ങി. ആളാണ് ഇത് റൺ ചെയ്യണത്. അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻസ് ഫുൾ എൻ്റെ തലേന്ന് പോകും. ഞാൻ അവിടെ പോകും വീക്ക്ലി 1 or 2. ഞങ്ങളിപ്പം ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും നല്ല ഓഫ് റോഡ് വണ്ടികൾ ഉണ്ടാക്കിയിരുന്ന സ്ഥലം ഞാൻ 2019-20 ഞങ്ങൾ പഞ്ചാബിൽ കൊണ്ടുപോയിട്ട് മൊഹാലിയിൽ ഒരു ടീമുണ്ട്, അവരെ കൊണ്ട് ഉണ്ടാക്കിയാറ്. ഇപ്പോൾ അവർ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഇന്ത്യൻ മിലിറ്ററിക്കൊക്കെ വണ്ടി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറി. അവരെ പോലെ അവിടെ നിന്ന് ആഗ്രഹത്തിൽ ഞങ്ങളൊരു സാധനം തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ബാംഗ്ലൂരിൽ നിന്നുള്ള കുറച്ച് ഡ്രൈവേഴ്സ് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത് ഞങ്ങളെ കൊണ്ടൊരു 3 വണ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പഞ്ചാബിൽ എന്ത് വണ്ടികൾ ഉണ്ടാക്കിച്ചിരുന്ന അതേ സ്റ്റാൻഡേർഡിലെ വണ്ടികൾ ഞങ്ങളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തിരി പാടുണ്ട്. അവരുടെ എന്താ പറയുക, ടെക്നിക്കൽ വാക്കുകൾ എനിക്ക് പലപ്പോഴും കിട്ടാറില്ല. ഞാൻ അങ്ങനെ ഒരു കേഴ്സ്ഡാണ്. എനിക്ക് ചില സാധനങ്ങൾ കിട്ടൂല പറയാൻ. അപ്പം കുറേ അവർക്ക് കിട്ടുന്ന മെഷീനറി അങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്കിവിടെ ഇല്ല. ക്രാഫ്റ്റ്മാൻഷിപ്പും ഒന്നുമില്ല. പക്ഷേ ഉള്ളത് വെച്ചിട്ട് മാക്സിമം നന്നാക്കി ഞങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ മെറ്റീരിയൽസും പലതും കിട്ടാനില്ലായിരുന്നു. സോ ഞങ്ങൾ അതും സോഴ്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ക്ലാസ്സിൽ ഏറ്റവും നല്ല സ്റ്റാൻഡേർഡോട് കൂടിയ, കാരണം ടെക്നിക്കൽ ജോമെട്രി വണ്ടി എങ്ങനെ ഉണ്ടാക്കണമെന്നും അത് എങ്ങനെ ട്രാക്കിൽ പെർഫോം ചെയ്യണം എന്നുള്ള സാധനം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഗ്യാരേജിൽ. അപ്പം ഓഫ് റോഡിനെ കുറിച്ചോ മോട്ടോർ സ്പോർട്ടിനെ കുറിച്ചോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന സാധനങ്ങളെല്ലാം പറഞ്ഞു തരാൻ ഞാൻ റെഡിയാണ്. ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് പറഞ്ഞു തരാൻ ഒരാളും ഇല്ലായിരുന്നു. ഐ ലേൺ ഇറ്റ് ഓൺ മൈ ഓൺ. സോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മഡ് ആൻഡ് റോക്ക് എന്നാണ് ഞങ്ങളുടെ അക്കാഡമിയുടെ പേര്. എനിക്കൊരു സോഷ്യൽ മീഡിയ പേജ് ഉണ്ട്, എൻ്റെ സ്വന്തം പേരിൽ വണ്ടികളുടെ റിവ്യൂ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. തീർച്ചയായിട്ടും ഇവിടെയുള്ള സ്കെയിലപ്പ് കോൺക്ലേവിൻ്റെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ അനീസ് ദ സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് ആവണമെന്നില്ല. സാധാരണ ഏതൊരു വണ്ടിയാണെങ്കിലും വണ്ടികൾ ഇഷ്ടപ്പെടുന്നവരാണ് ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടികളോട് ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ കൂടെയുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അവരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാഷൻ എന്താണെന്നുള്ള അതിൻ്റെ മുറുകെ പിടിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ പോലെ ചെറുപ്പം മുതൽ വണ്ടിപ്രാന്ത് വെച്ച് തലയിൽ കയറി നടക്കുന്നവരുണ്ട്. അവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നിങ്ങൾ യൂസർ കാർ മേഖലയിലേക്ക് വരണം. മേഖല കുറച്ചൊരു ടഫായിട്ടുള്ള മേഖലയാണ്. കാരണം അതിനകത്ത് ട്രസ്റ്റ് വർത്തി ആയിട്ട് സമൂഹത്തിന് നന്മയുള്ള രീതിയിൽ സമൂഹം നാളെ നിങ്ങളുടെ ഒരു കസ്റ്റമറും പിന്നെ നാളെ നിങ്ങളുടെ അടുത്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വാഹനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ തീർച്ചയായിട്ടും അതിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് നാളെ നമ്മുടെ അടുത്തൊരു വാഹനം വാങ്ങിച്ച് പോയിട്ട് അയാൾക്കൊരു ബുദ്ധിമുട്ടാവുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ ആവാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഡീലാക്കണം. അപ്പോൾ അത്തരത്തിൽ നല്ല പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്, അത് ഈ സെക്കൻഡ് ഹാൻഡ് കാറിൽ നല്ല ഏത് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ് നന്നായി കഴിഞ്ഞാൽ ഏത് ബിസിനസ്സും ഗ്രോ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പാഷൻ, ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഓഫ് റോഡിനെ പറ്റിയാണ്. ഡോക്ടർ പിന്നെ അതായത് ആ ഡോക്ടർ ലൈഫിനെ പറ്റി ഇതേ ഒന്നും പറയുന്നില്ല. എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പം, ഞാൻ മനസ്സിലാക്കിയ ചെറുപ്പം മുതലേ പാഷൻ വണ്ടികളോടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് എങ്ങനെയൊക്കെയോ പോയി ഒരു ഡോക്ടറായി. ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫ് റോഡിനെ പറ്റി മറ്റുള്ള വാഹനങ്ങളും അല്ലേ? അങ്ങനെയല്ല അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് വിവരമൊക്കെ ഉണ്ട്. പേഷ്യൻസിനെ നോക്കുന്നുണ്ട്. ഇത് ഒരു മെഡിസിൻ കഴിഞ്ഞാൽ ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും പലരും. മെഡിസിൻ കഴിഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ നല്ല ഡോക്ടർ ആവണമെന്നില്ല. നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഓരോ സാധനം കണ്ടിട്ടാണ് എല്ലാം പഠിക്കുന്നത് എല്ലാവരും. ഒട്ടുമിക്ക ഡോക്ടേഴ്സും അങ്ങനെ തന്നെയാണ്. നമ്മൾ അതുകൊണ്ടാണ് ഈ ഏതൊരു ഫീൽഡിലേക്ക് നമ്മുടെ കൺസൾട്ടേഷന് പോയി കഴിഞ്ഞാൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹാൻഡ്സിൻ്റെ അടുത്തേക്ക് പോകുന്നത് അല്ലേ? അപ്പം 10 വർഷം ഞാൻ ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്തു. എനിക്ക് അത്യാവശ്യം എൻ്റെ പേഷ്യൻസിനെ നോക്കാനുള്ള എക്സ്പീരിയൻസ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് വെച്ചാണ് ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യണത്. അതിൻ്റെ കൂടെ എൻ്റെ പാഷൻ ഞാൻ കൊണ്ടു കിടക്കുന്നുണ്ട്. നല്ല പാടാണ് മൾട്ടി ടാസ്കിങ്. എന്നാലും അപ്ഡേഷൻ വേണ്ടടുത്ത് ഇടയ്ക്കിടയ്ക്ക് CMEക്കൊക്കെ പോകും. എനിക്ക് അറിയാത്ത ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടാവും. അതൊക്കെ അല്ലെങ്കിൽ ഞാൻ പണ്ട് പഠിച്ച സാധനം മറന്നുപോയതൊക്കെ പൊടി തട്ടിയെടുക്കാൻ വേണ്ടി കണ്ടിന്യൂഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് CMEകൾ എപ്പോഴും നടക്കണതാണ്. അതിനൊക്കെ ഞാൻ പോകാറുണ്ട് ഒഴിവ് കിട്ടുന്ന സമയത്ത്. തീർച്ചയായും. അപ്പോൾ നമ്മുടെ പാഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത്, ഇപ്പോൾ മിക്ക കേസിലും പാരൻസ് ആയിരിക്കും നമ്മളെ ഒരു മേഖലയ്ക്ക് എത്തിക്കുന്നത്. നമുക്ക് ഇഷ്ടമില്ലാത്ത മേഖലയായിരിക്കും, പക്ഷെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പെട്ടു. പിന്നെ അത് അങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ പോകും. അപ്പോൾ നമ്മുടെ ഏത് മേഖലയ്ക്ക് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറുപ്പം മുതൽ നമ്മുടെ പാഷൻ എന്താ അത് മുറുകെ പിടിക്കുക. അതിൽ നിങ്ങൾ മാക്സിമം പെർഫോം ചെയ്യുക. അത് പിന്നെ സെക്കൻഡ് ഹാൻഡ് ബിസിനസ് ആയിക്കോട്ടെ, മറ്റെന്ത് ബിസിനസ് ആയിക്കോട്ടെ, പാഷൻ ഐഡൻറ്റിഫിക്കേഷൻ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി മറ്റ് സാധാരണ ബിസിനസ്സിനേക്കാളും ഒന്നും കൂടി നിങ്ങൾക്ക് പെർഫോം ചെയ്യാം, ഒന്നും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലൊക്കെ സെക്കൻഡ് ഹാൻഡ് മേഖലയിലേക്ക് കടന്നു വരാൻ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യും. ഇനിയിപ്പോൾ വരാൻ പോകുന്ന EV യുഗങ്ങളാണ്. ചൈനക്കാറുകളൊക്കെ ഇന്ത്യയിലേക്കൊക്കെ വരാൻ ഒരുപാട് വാഹനങ്ങളുണ്ട്.
നമ്മുടെ നിരത്തുകൾ ഒന്നുകൂടി വിശാലമായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വാഹനങ്ങൾ പുറത്തുനിന്ന് വരും. ഒരു നെക്സ്റ്റ് ഒരു 5 വർഷം കൊണ്ട് ഈ പെട്രോൾ ഡീസലൊക്കെ പോകും അല്ലേ ഡോക്ടറെ? പോലെ ഫുൾ EVയിലേക്കൊക്കെ ആയി അപ്ഡേറ്റ്സ് വരും. അപ്പോൾ ഇതൊരു വൈഡ് ഓപ്പർച്യൂണിറ്റി തന്നെ നമുക്ക് ശരിക്കും ഇന്ത്യയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആർക്കെങ്കിലും എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. അനീസ് ട്രൂ ചോയ്സ് എന്നുള്ളൊരു ഇൻസ്റ്റാ ID-യിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്. So thank you so much, Anees sir. അപ്പോൾ once again thank you to Dr. Fahad and Anees. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവരവരുടെ പാഷൻ ഫോളോ ചെയ്ത് പാഷനിലൂടെ ബിസിനസ്സിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ വി ആർ വൈൻഡിങ് ദിസ് സെഷൻ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു സെഷന് താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ ദ പേഷ്യൻ ലിസണിങ്. പ്ലീസ് ഒരു മിനിറ്റ് ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണം. ബിക്കോസ് ഈ ഒരു സെഷന് നമുക്ക് ചെറിയ ഒരു ടോക്കൺ ഓഫ് ലവ് ഉണ്ട്. ആൻഡ് ടു ഗിവ് ദാറ്റ് ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ അഫ്താബ് ഷൗക്കത്ത് സർ ടു ദ സ്റ്റേജ്. So let's give a very big round of applause as we welcome Mr. Aftab Shaukat to the stage, and he will be delivering the token of love to our speakers. We have Dr. Fahad and Anees on board. So this is Dr. Fahad. So ladies and gentlemen, let's give a very big round of applause. And here we have Mr. Anees. So thank you so much for being a part of this wonderful session, turning your passion into business. So that's it. രണ്ടുപേർക്കും ചേർന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കൈയടിക്കാം പ്ലീസ്. ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് let's show our love and support to these wonderful human beings who actually turn their passion into business.